അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു മീനച്ചാറായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച സൂത മീൻ ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്മിയിട്ടൊരു 3/4 മണിക്കൂർ വെക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ ഒന്ന് സ്കിപ്പായി പോയി. ഇത് നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് മീനിട്ടിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മീൻ നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം മീൻ ഇതേപോലെ പൊരിച്ചെടുക്കണം. അപ്പം മുഴുവനായിട്ടും ഞാൻ മീൻ മൊരിച്ചെടുത്തിട്ട് വേറൊരു ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ചട്ടി വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കണം കേട്ടോ. ഞാനിതിലേക്ക് ഉദയം നല്ലെണ്ണ എന്നുള്ള കമ്പനീൻ്റെ ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരക്കണം കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും പൊടിയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് സുറുക്കൊഴിച്ചിട്ട് അരച്ചെടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും മുളക് പൊടിയും സുറുക്കൊഴിച്ചിട്ട് ഇഞ്ചിയും കൂടി സുറുക്കൊഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉലുവ, കടുക്, കറിവേപ്പിൻ്റെ ഇല ഇതെടുത്ത് വെക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഉലുവയും കടുക് ഇട്ടിട്ട് അത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവയും കടുക് ഇട്ടിട്ട് ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നോട്ടെ. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ച പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് സമയം എടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളിയും മുളക് പൊടി അതിൻ്റെ പേസ്റ്റും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. വെളുത്തുള്ളി ആദ്യം വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം. ഒരുപാട് വെളുത്തുള്ളി ചുമന്ന് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് കരിയാതെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇനി അത് ഈ വെളുത്തുള്ളിയും മുളക് പൊടിയും ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് ഇതാവണ്ട, എന്നാലും അതിൻ്റെ ഒരു പച്ച ചൊയ പോകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോളമായി നമ്മളത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടി പിടിക്കാൻ പാടില്ല. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് കരിയാതെ ഒന്ന് വെന്ത് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിതിന് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ഇതിന് ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾ നന്നായിട്ട്
ഇളക്കി കൊടുക്കണം. കായപ്പൊടി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ മുരിച്ചെടുത്ത മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ മീൻ പൊരിക്കുന്ന മസാല പുരട്ടിയിൽ മാത്രമായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ചധികം ഉപ്പിട്ടിടണം. ഓവറായിട്ടല്ല, എന്നാലും കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര തിക്കിൽ വേണോ അല്ലെങ്കിൽ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് സുറുക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു ദിവസമൊക്കെ ഇതിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നാളെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. മീൻ ആ സുറുക്കയിൽ കടന്നിട്ട് ഒന്നും കൂടി ആയിട്ട് സുറുക്ക വലിച്ചെടുക്കും. അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ പാകവും. അങ്ങനെ നമ്മളെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.